നമ്മൾ കാണേണ്ടത് നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും കൊടുക്കുന്നില്ലെങ്കിൽ വല്ലാതെ മത്സരമാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും തമ്മിലുള്ളത്. വ്യവസായം കേരളത്തിൽ വരുമ്പോൾ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ വർഷവും നോക്കിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞു. നമ്മൾ വിവാദങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ നല്ല സ്ട്രെയിൻ എടുക്കുകയാണ്. ഇപ്പോൾ 41 പരിപാടികളാണ് ഈ 2-3 മാസം എല്ലായിടത്തും ഓടി മുടന്ന് 24/7 എന്ന മട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾ കണ്ടില്ല, നേരത്തെ നമ്മുടെ പുറകിൽ ആരും ഉണ്ടായില്ല, ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നു, ആരും ഇല്ലാത്ത സ്ഥിതി വന്നു. ഇനി ഇത് വെച്ച് നമ്മൾ കേരളം ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് 1ാം സ്ഥാനത്താണ്. അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. അതുവഴി കേരളത്തിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടണം. അതിനെ മാക്സിമം ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പി രാജീവ് പറഞ്ഞത്. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്താണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം ഈ കാര്യം പറയാൻ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഇപ്പോൾ KCB മണിയാർ പദ്ധതി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് നീട്ടിക്കൊടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് പി രാജീവ് പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് കിട്ടിയ രൂക്ഷമായ വിമർശനത്തെക്കുറിച്ചും ഇന്ന് വ്യക്തമായിട്ട് പി രാജീവ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പരിപൂർണമായിട്ടും കേൾക്കാം. സംസ്ഥാനം ഇനി എന്താണ് വ്യവസായ രംഗത്ത് ചെയ്യേണ്ടത്, മാത്രമല്ല വ്യവസായ രംഗത്ത് സംസ്ഥാനത്തിനുള്ള കോമ്പറ്റീഷനെ കുറിച്ചും വ്യക്തമായിട്ട് പി രാജീവ് പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു ഓട്ടോമൊബൈൽ കമ്പനിയെ സ്ഥലത്തിന് വില കുറവാണെന്ന് പറഞ്ഞ് മറ്റൊരു സംസ്ഥാനം കൊണ്ടുപോയ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ സംസ്ഥാനം 1 രൂപയ്ക്കാണ് മൊത്തം പദ്ധതിക്കുള്ള സ്ഥലം ആ കമ്പനിക്ക് വിറ്റതെന്നും പി രാജീവ് വെളിപ്പെടുത്തുന്നുണ്ട്. അത്ര രൂക്ഷമായ മത്സരം നടക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട വിട്ടുവീഴ്ചകളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. പി രാജീവിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നത്, അത് കേരളത്തിന് അനുകൂലമായിട്ട് ലോക്സഭയിൽ നേരത്തെ അവതരിപ്പിച്ചല്ലോ. നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്, ഹൈക്കോടതി വളരെ ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ആ ചോദ്യമല്ല, നിങ്ങളിത് നേരെ എതിരെയുള്ളതല്ല ആദ്യം ചോദിക്കുള്ളത്. നമുക്ക് ഇങ്ങോട്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വന്ന വിമാനത്തിൻ്റെ ബില്ല് എപ്പോഴാണ് വരാമെന്നുള്ളൊരു ഉത്കണ്ഠ നമുക്ക്. വയനാട് വന്നൊരു വിമാനത്തിൽ പ്രത്യേക വിമാനമല്ല, അതിൻ്റെ ബില്ലും കൂടി വരാനിടയുണ്ട്. ഇത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ. എന്നുവെച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന സഹായത്തിന് അങ്ങോട്ട് പണം ചോദിക്കുക, ഇങ്ങോട്ടൊന്നും തരാതിരിക്കുക. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും, നിങ്ങൾ കുറേ എടുക്കുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ തന്നെ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ്. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്നതാണ് ഈ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തം എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാർ പരമാവധി വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ 2 സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനം നോട്ടിഫൈ ചെയ്തു. എന്നാൽ സ്ഥല ഉടമകൾ കോടതി പോയപ്പോൾ നമ്മൾ വ്യക്തമാക്കി, ഈ കോടതി പറയുന്ന അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നിയമം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരം എന്ത് തർക്കമുണ്ടെങ്കിലും നമ്മൾ വേണമെങ്കിൽ കോടതിയിൽ കെട്ടിവെക്കാം. ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് പൊസഷൻ കിട്ടണം, അഡ്വാൻസ് പൊസഷൻ കിട്ടണം. ഇപ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ അഡ്വാൻസ് പൊസഷൻ എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ടൈറ്റിൽ തർക്കമുണ്ട്, ഞങ്ങൾക്ക് തർക്കമുള്ള ആ പ്രശ്നത്തിനകത്ത് ക്ലെയിം നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കോടതി പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഈ പൈസ ഇങ്ങനെ കൊടുക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവയ്ക്കൂ, ഏത് പറഞ്ഞാലും അതിന് നമ്മൾ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ അധികം വൈകാതെ വരും. അപ്പോൾ സ്ഥലം നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല വ്യക്തതയുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അർഹമായിട്ടുള്ള സഹായം നൽകണം. അതിന് പകരം കേരളത്തോടുള്ള ഈ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അതവിടെ നോട്ടെ, ആ ടെക്നിക്കൽ പ്രശ്നം നിൽക്കട്ടെ. ഇനി അവർ കണക്ക് അവർക്ക് ബോധ്യപ്പെട്ടില്ല. എല്ലായിടത്തും കണക്ക് ബോധ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ കൊടുത്തത്. എല്ലാ സ്റ്റേറ്റിലും പോയതിൻ്റെ പിറ്റേ ദിവസം കൊടുത്ത സ്ഥലങ്ങളില്ലേ, പോകാതെ കൊടുത്ത സ്ഥലങ്ങളില്ലേ. ഈ പോയിട്ട് ഇപ്പോൾ അത് പരിശോധിക്കട്ടെ. നമ്മുടെ നിലപാട് കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതി നോക്കിക്കോട്ടെ. പക്ഷെ അതല്ലല്ലോ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ട ഒരു ഭാഗം. ഞങ്ങളുടെ കരാറില്ലല്ലോ, എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇത് അനുകൂലമായി നമ്മൾ ഈ കാണേണ്ട ഭാഗം എന്ന് വെച്ചാൽ, അതിപ്പോൾ എല്ലാവരും പറഞ്ഞത് തീരുമാനം അതിനകത്ത് വ്യക്തമായിട്ട് വരേണ്ടതാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ക്യാപ്റ്റീവ് പ്ലാന്റുകളുടെ പ്രവർത്തനം
ഒരു ഘട്ടം കഴിയുമ്പോൾ നിർത്തി സർക്കാരുകൾ ഏറ്റെടുക്കുന്നില്ല ഇന്ത്യയിൽ ഒരിടത്തും. മറ്റ് സംസ്ഥാനങ്ങൾ ചിലത് ഈ ക്യാപ്റ്റീവ് പ്ലാന്റ് എന്നുള്ളത് 2 ഉള്ളൂ കേരളത്തിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യൻ വൈദ്യുതി നിയമം 2003 സെക്ഷൻ 2 സെക്ഷൻ 9 വായിച്ചാൽ മതി, അല്ലെങ്കിൽ വൈദ്യുതി ചട്ടം 2005 8 വായിച്ചാൽ മതി. ക്യാപ്റ്റീവ് പ്ലാന്റ് എന്താണെന്ന് വ്യക്തമാണ്. അത് നമുക്ക് 2 ഉള്ളൂ കേരളത്തിൽ. ചില സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ക്യാപ്റ്റീവ് പ്ലാന്റ് തുടങ്ങുന്നതിന്. വ്യവസായം തുടങ്ങുമ്പോൾ ഇപ്പോൾ ചില ഇൻഡസ്ട്രിയൽ പോളിസികൾ വായിച്ചാൽ മതി, അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇതെന്തിനാ നമ്മൾ സംഘടിപ്പിച്ചേ? ഇങ്ങോട്ട് വ്യവസായം കൊണ്ടുവരാനല്ലേ. അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് പോലും ഇല്ലാതായാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ എങ്ങനെ വ്യവസായം ഉണ്ടാക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ താല്പര്യം. ഇപ്പോൾ എക്സോ വൈ എന്നുള്ളതല്ല, ക്യാപ്റ്റീവ് പ്ലാന്റുകൾക്ക് പൊതുനയാണ്, ഇന്ന കമ്പനി എന്നുള്ളതല്ല. ഏത് ക്യാപ്റ്റീവ് പ്ലാന്റ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു ഘട്ടം കഴിയുമ്പോൾ നേരെ ഏറ്റെടുക്കുന്നില്ല. ക്യാപ്റ്റീവ് പ്ലാന്റുകളുടെ അടിസ്ഥാന സങ്കല്പം വ്യവസായം നടക്കുന്നിടത്തോളം ആ വൈദ്യുതിയുടെ പിന്തുണ ഉണ്ടാകണം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി വന്നാൽ നമുക്കിപ്പോൾ ഉള്ളത്, ഇപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ സമ്മിറ്റിലേക്ക് പോകണം. അപ്പോൾ വ്യവസായങ്ങൾക്ക് മറ്റെല്ലാവരും ഇപ്പോൾ ഞങ്ങൾ തന്നെ ചർച്ച നടത്തിയ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. പ്രധാന കമ്പനിയാണ്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറെ സ്റ്റേറ്റ് കല്ലിട്ടു. ഒരു രൂപയ്ക്ക് സ്ഥലം കൊടുത്തു. ഒരു രൂപയ്ക്ക് മൊത്തം സ്ഥലം കൊടുത്തു. നമുക്ക് ആകെ ചെയ്യാവുന്ന 10% ആദ്യം വന്നാൽ മതി, ബാക്കി നമുക്ക് പിന്നെ എടുക്കാം, സമയം തരാം, ഇത്രയൊക്കെ നമുക്ക് ചട്ടപ്രകാരം കഴിയുള്ളൂ. എന്നാൽ നമ്മൾ അധിക അളവുകളിലേക്ക് പോകുന്നില്ല. നിലവിലുള്ളത് പോലും നമ്മൾ തുടരുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത്? ചിലർ പറയുന്നത് ഇന്നൊരു പത്രം എഴുതിയേക്കുണ്ട്, തുടങ്ങിയ കാലം മുതൽ അവരാണ് ഉപയോഗിക്കുന്നത്. വെച്ചാൽ അവരുണ്ടാക്കി അവർ പ്രവർത്തിപ്പിച്ച് നൽകുന്നു. ചിലർ പറയുന്നു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെയാണ്, അത് അവരുണ്ടാക്കി അവർ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ബാക്കി സ്ഥലങ്ങൾ അങ്ങനെ വരുന്നില്ല എന്നാണ് നിങ്ങൾ അന്വേഷണ കുതുകികളാണെങ്കിൽ വരേണ്ട ചോദ്യം എന്നുള്ളത്. പിന്നെ ഇതേപോലത്തെ ഒത്തിരി പദ്ധതികളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്യാവുന്നതുണ്ട്. ഹൈഡൽ അതിലെല്ലാം ക്യാപ്റ്റീവിൻ്റെ പൊതു പോളിസിയാണ്. എന്നാൽ വൈദ്യുതി അവർക്കെല്ലാവർക്കും അഭിപ്രായം ഉണ്ടോ? ഇതെല്ലാം പരിശോധിക്കും. എന്നിട്ട് ഗവൺമെൻറ് പ്രൊസീജിയറാണ് തീരുമാനം. നമ്മൾ കാണേണ്ടത് നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും കൊടുക്കുന്നില്ലെങ്കിൽ വല്ലാതെ മത്സരമാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും തമ്മിലുള്ളത്. ഞങ്ങൾക്ക് ഈ കമ്പനി ആ കമ്പനി എന്നൊരു വ്യത്യാസമില്ല. വ്യവസായത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ കേന്ദ്ര നിയമം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരുണ്ടാക്കിയ വൈദ്യുതി നിലയത്തിൽ അവരുൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മൊത്തത്തിൽ അവർ തന്നെ എടുക്കുന്നു. നിയമമനുസരിച്ച് അവർ ആ വൈദ്യുതിയുടെ 51% എടുത്തിട്ട് 49% വിൽക്കാം. റൂള് നോക്കിയാൽ മതി. അതും ക്യാപ്റ്റീവ് പവർ പ്ലാന്റാണ്. ഇത് 100% അവരുടെ ഉടമസ്ഥതയിൽ അവർ നിർമ്മിച്ച് അവർ നടത്തുന്നതാണ്. നേരത്തെ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര നിയമം അനുസരിച്ച് അവർ 26% ഷെയർ മതി, ബാക്കി ശതമാനം മുഴുവൻ ജോയിൻറ്റ് വെഞ്ചറായി നടത്തിയാലും അത് ക്യാപ്റ്റീവാണ്. നമ്മുടെ തന്നെ 100% ഓണർഷിപ്പ്, 100% കറണ്ട് അവരെടുക്കുന്നു. അത് തന്നെ അവരുടെ ആവശ്യത്തിൻ്റെ 17%. ബാക്കി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഘട്ടത്തിലുണ്ട്. വ്യവസായം കേരളത്തിൽ വരുമ്പോൾ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ വർഷവും നോക്കിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞു. നമ്മൾ വിവാദങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ നല്ല സ്ട്രെയിൻ എടുക്കുകയാണ്. ഇപ്പോൾ 41 പരിപാടികളാണ് ഈ 2-3 മാസം എല്ലായിടത്തും ഓടി മുടന്ന് 24/7 എന്ന മട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾ കണ്ടില്ല, നേരത്തെ നമ്മുടെ പുറകിൽ ആരും ഉണ്ടായില്ല, ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നു, ആരും ഇല്ലാത്ത സ്ഥിതി വന്നു. ഇനി ഇത് വെച്ച് നമ്മൾ കയറണം. അപ്പോൾ നിലവിൽ നിങ്ങളുടെ വ്യവസായ ഇത് മറ്റ് ബൂട്ടായിട്ടൊരു ബന്ധമല്ലേ? മറ്റ് ബൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, അത് വിൽക്കുന്നു, അതിന് ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ അവരുടെ ബ്രേക്ക് ഈവൻ എത്ര കാലം വരും? അവരും ഒരു കരാറുണ്ടാവും. ആ കരാറ് വരുമ്പോൾ അവർക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെടുക്കാം. അത് വ്യത്യസ്തമാണ്. ഇത് ഒരു സ്ഥാപനം നടത്തുന്നു, അവിടെ കൂടുതൽ നിക്ഷേപം വരുന്നു, തൊഴിലുണ്ടാകുന്നു, അവർക്ക് ആവശ്യമായ വൈദ്യുതി നമ്മുടെ വെള്ളം ഉപയോഗിച്ചിട്ട് അവർ ഒരു പ്ലാന്റ് ഉണ്ടാക്കി അവർ നടത്തി നമ്മുടെ ഗ്രിഡിൽ കൊടുത്ത് അവരിലേക്ക് എടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോഴതിന് ഒരു യൂണിറ്റ് വൈദ്യുതി അവർ പണം മുടക്കി ഉണ്ടാക്കിയ പ്ലാന്റിൽ നിന്ന് അവർ ഉപയോഗിക്കുമ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ 62 പൈസ വെള്ളത്തിൻ്റെ റോയൽറ്റി നമ്മൾ വാങ്ങിക്കും, 74 പൈസ ഗ്രിഡ് വഴി കൊണ്ടുപോകുന്നതിന് വാങ്ങിക്കും, 15 പൈസ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വാങ്ങിക്കും. എന്നിട്ട് അവരുടെ വ്യവസായത്തിന് തന്നെ കൊടുക്കും. നമുക്ക് കൂടുതൽ തൊഴിലുണ്ടാവണം. അത് ഈ കമ്പനിയല്ല. ചിലത് പറയണ്ടായിരുന്നു, ഇങ്ങനെ ഒരു 50 പൈസയ്ക്ക് എനിക്ക് കിട്ടുമെങ്കിൽ ഞങ്ങൾ 5000 കോടി ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ കമ്പനി ഉണ്ടെങ്കിൽ റെഡി ആയിക്കോളൂ. ക്യാപ്റ്റീവ് KSEBിയിൽ തന്നെ ഒത്തിരി പദ്ധതികളുണ്ട് ക്യാപ്റ്റീവായി. പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ പ്ലാന്റ് തിരിച്ചെടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല.
അവർ ഇപ്പോൾ നിങ്ങൾ ഗുജറാത്ത് നോക്കിക്കോളൂ, 35 ലക്ഷം അങ്ങോട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ വ്യവസായത്തിന് വൈദ്യുതി നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മൊത്തം തിരിച്ചെടുക്കുകയാണ്. നമ്മളൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ പണം ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ 62, 74, 15 ഈ 3 കാറ്റഗറി നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്. ചില സ്റ്റേറ്റ് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്. നിങ്ങളുടെ വ്യവസായം വരുന്നു, എത്ര വൈദ്യുതി വേണം, നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചോ. ഇനി കേന്ദ്ര നിയമം അനുസരിച്ച് അങ്ങനെ മാത്രമല്ല, ഫ്ലാറ്റുകൾ അസോസിയേഷൻ അവർക്ക് വേണമെങ്കിൽ ഉണ്ടാകാം, അതൊക്കെ വേറെ കാര്യം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാ വശവും നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നമുക്കിപ്പോൾ ഇന്ന കമ്പനി ആ കമ്പനി എന്നല്ല, ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുക. ഉള്ളത് പോലും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മേളയും ഇത്ര പണവും മുടക്കി ഞങ്ങളുടെ ഊർജ്ജവും സമയവും ചെലവഴിച്ചിട്ട് നിങ്ങൾ സഹായിച്ചിട്ട് എന്താ കാര്യം? ബാക്കി കാര്യങ്ങൾ എല്ലാ വശവും ചർച്ച ചെയ്തിട്ടായിരിക്കും ഗവൺമെൻറ് തീരുമാനിക്കുക.